നാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന LDC പ്രിലിമിനറി എക്സാമിനും LGS എക്സാമിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള PYQs ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 90-ലധികം ക്വസ്റ്റ്യൻസ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 2003-ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത്? 2003-ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത്? ഓപ്ഷൻസ് വായിക്കുന്നില്ല, കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തിയാണ് പട്ടികവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതി പദം അലങ്കരിച്ച എത്രാമത്തെ വ്യക്തിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ഇന്ത്യയുടെ രാഷ്ട്രപതി പദം അലങ്കരിച്ച എത്രാമത്തെ വ്യക്തിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ഓപ്ഷൻ സി. ഇന്ത്യയുടെ രാഷ്ട്രപതി പദം അലങ്കരിച്ച 13ാമത്തെ വ്യക്തിയാണ് ശ്രീ വെങ്കയ്യ നായിഡു. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മസ്ഥലം ഏത്? ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മദേശം ഏത്? ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മദേശം ഓപ്ഷൻ എ ഉത്തർപ്രദേശാണ്. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി നീലം സഞ്ജീവ് റെഡ്ഡി. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2005-ൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? 2005-ൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏത്? ഓപ്ഷൻ സി വിവരാവകാശ നിയമം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ സി 44-ാം വകുപ്പ്. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആര്? താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആര്?
ഓപ്ഷൻ എ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ഓപ്ഷൻ ബി 6. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ 3-ാം ഭാഗം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 5. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്ര? രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്ര? രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായമാണ് 30 വയസ്സ്. ഓപ്ഷൻ എ 30. വിവരാവകാശ നിയമപ്രകാരം 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? ഓപ്ഷൻ ഡി 10 രൂപ. ഓപ്ഷൻ ഡി 10 രൂപയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഓപ്ഷൻ എ ഗവർണർക്കാണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആര്? പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആര്? ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി 8ാമത്തെ ഷെഡ്യൂളിലാണ്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്.
ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമാണ് ഓപ്ഷൻ ബി 25 വയസ്സ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഓപ്ഷൻ സി ലോക്സഭ സ്പീക്കർ. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഏതു രാജ്യത്തേതാണ്? രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഏത് രാജ്യത്തേതാണ്? ഓപ്ഷൻ എ അയർലൻഡ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വം ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വം ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം? പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 2012. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓപ്ഷൻ സി. സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വാതന്ത്ര്യത്തിനു ശേഷം രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഫസൽ അലി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? ഓപ്ഷൻ എ VP മേനോൻ. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ യൂണിയനിൽ ലയിപ്പിക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻ ഡി ജുനഗഡ്. ജുനഗഡ് ആണ് ആൻസർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1953. ഓപ്ഷൻ സി 1953. താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായത്. ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ സംരക്ഷണ നിയമം നിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ദേശീയ സമ്മതിദാന ദിനം എന്ന്? ദേശീയ സമ്മതിദാന ദിനം എന്ന്? ഓപ്ഷൻ എ ജനുവരി 25. ജനുവരി 25-നാണ് ദേശീയ സമ്മതിദാന ദിനം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1993-ലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ബാലവേല വിരുദ്ധ ദിനം എന്ന്? ബാലവേല വിരുദ്ധ ദിനം എന്ന്? ജൂൺ 12. ഓപ്ഷൻ എ ജൂൺ 12-നാണ് ബാലവേല വിരുദ്ധ ദിനം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏത്? ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏത്? ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് ഓപ്ഷൻ ഡി സേവനാവകാശ നിയമം. ഓപ്ഷൻ ഡി സേവനാവകാശ നിയമം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര്? ഓപ്ഷൻ ബി VP മേനോനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി VP മേനോനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. VP മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VP മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. VP മേനോൻ പദ്ധതി ഓപ്ഷൻ ഡി നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ഓപ്ഷൻ എ ബൽവന്ത് റായ് മേത്തയാണ്. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി എത്ര?
വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി എത്ര? ഓപ്ഷൻ ബി 48 മണിക്കൂർ. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ അമേരിക്ക. അമേരിക്കയെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? ഓപ്ഷൻ ബി 1946. 1946. ഓപ്ഷൻ ബി. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി IPC 498. ഓപ്ഷൻ ഡി IPC 498. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഓപ്ഷൻ സി രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ. ഒരു ബിൽ പാസാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര തവണയാണ് വായിക്കേണ്ടത്? ഒരു ബിൽ പാസാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? ഓപ്ഷൻ ബി 3 പ്രാവശ്യം. 3 പ്രാവശ്യം വായിക്കണം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? ഓപ്ഷൻ എ വാടക ഗർഭധാരണ നിയന്ത്രണം. ഓപ്ഷൻ എ വാടക ഗർഭധാരണ നിയന്ത്രണം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏത്? സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി ലോകായുക്ത. ലോകായുക്തയാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏത്? ഓപ്ഷൻ ഡി മൗലിക കടമകൾ. ഓപ്ഷൻ ഡി മൗലിക കടമകൾ.
വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനുമേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനുമേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഓപ്ഷൻ ബി 250 രൂപ. ഓപ്ഷൻ ബി 250 രൂപ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ ബി രാഷ്ട്രപതി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെയാണ്? ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം ഏത്? മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം ഏത്? ഭാഗം 4A. ഭാഗം 4A. ഓപ്ഷൻ ബി. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരത്തെ കുറിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ഓപ്ഷൻ എന്ന് കണ്ടെത്തുക. അനുച്ഛേദം 368. ആർട്ടിക്കിൾ 368. ഓപ്ഷൻ ബി ആണ് ആൻസർ. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏത്? സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏത്? സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏത്? ഓപ്ഷൻ എ ഇംഗ്ലീഷ് ആണ് സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ലോക്സഭയിലാണ്. ലോക്സഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്?
ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. ഓപ്ഷൻ ഡി ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഓപ്ഷൻ ബി സുപ്രീം കോടതിയിലാണ്. ഓപ്ഷൻ ബി സുപ്രീം കോടതി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി ലോക്പാൽ ആണ് ദേശീയ തലത്തിൽ ലോക്പാലാണ്. സംസ്ഥാന തലത്തിലാണ് ലോകായുക്ത. കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി സ്വത്തവകാശം. ഓപ്ഷൻ ഡി സ്വത്തവകാശം. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത്? ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത്? ഓപ്ഷൻ സി മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആര്? സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആര്? ഓപ്ഷൻ സി CAG ആണ് ആൻസർ. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1976. ഓപ്ഷൻ എ 1976. രാഷ്ട്രം തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഏതിലാണ്? താഴെ പറയുന്നവയിൽ ഏതിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആര്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആര്? ഓപ്ഷൻ എ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി പൗരത്വം.
പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ ബി അമേരിക്ക. ഓപ്ഷൻ ബി അമേരിക്ക. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? ഓപ്ഷൻ സി 11 മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്. പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 51A. 51A. ഓപ്ഷൻ ബി. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഓപ്ഷൻ എ VV ഗിരിയാണ് ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ്. പാർലമെന്റിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പാർലമെന്റിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയാണ് പാർലമെന്റിൽ വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലും നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലും നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ. ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻസ് വായിച്ചു നോക്കി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് നിയമനിർമ്മാണം, ഗവൺമെന്റ്, നീതിന്യായം, കാര്യനിർവഹണം. ഓപ്ഷൻ സി നീതിന്യായമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് നീതിന്യായം. ഓപ്ഷൻ സി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? ഓപ്ഷൻ ഡി പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിത. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ സി 324. ഓപ്ഷൻ സി 324. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആര്? സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആര്?
ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1992. ഓപ്ഷൻ എ 1992. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി ഏത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി ഏത്? ഓപ്ഷൻ സി 1949 നവംബർ 26. ഓപ്ഷൻ സി 1949 നവംബർ 26. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഓപ്ഷൻ സി ഹൈക്കോടതി ജഡ്ജി. ഓപ്ഷൻ സി ഹൈക്കോടതി ജഡ്ജി. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഓപ്ഷൻ സി കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിനാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശമുള്ളത്. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 91 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. അറിയാത്തവ നോട്ട് ചെയ്യുക. താങ്ക് യു.